പ്രിയപ്പെട്ടവരെ, ഹൃദയം നിറഞ്ഞ നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വായിക്കുന്നത് സ്വയംപ്രഭാഗതി ആണ്. സ്വയംപ്രഭാഗതിയും സ്വയംപ്രഭാ സ്തുതിയും തുടർന്നുള്ള ഭാഗങ്ങളുമാണ് വായിക്കുന്നത്. സ്വയംപ്രഭ എന്ന കഥാപാത്രം ആ പേരിൽ തന്നെ ഉണ്ട്. സ്വയംപ്രഭ വിടർത്താൻ, പ്രകാശിപ്പിക്കാൻ കഴിവുള്ളവളാണ്. അത് ഏത് തരം വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു സ്വയംപ്രഭ എന്നും എന്താണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിലൂടെ എഴുത്തച്ഛൻ മലയാളിക്ക് മുന്നിൽ, ലോകത്തിന് മുന്നിൽ പറയാൻ ഉദ്ദേശിച്ചത് എന്നുമൊക്കെ ഈ അധ്യായത്തിൽ നിറഞ്ഞു തുളുമ്പുന്നുണ്ട്. അന്ധകാരാരണ്യവാശു പൊക്കിയിടിനാരന്തരാദാഹവും വർദ്ധിച്ചിതേറ്റവും ശുഷ്കകണ്ഠോഷ്ഠതാലുപ്രദേശത്തൊടും മർക്കടവീരരുണങ്ങി വരണ്ടൊരു ജിഹ്വയോടും നടക്കുന്ന നേരത്ത് ഒരു ഗഹ്വരം തത്ര കാണായി വിധിവശാൽ വല്ലീ തൃണഗണച്ഛന്നമായോന്യതിലില്ലയല്ലീ ജലം എന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷ ക്രൗഞ്ചഹംസാദി പക്ഷികൾ ഊർധ്വദേശേ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണ ജലകണം മർക്കടന്മാരും അതു കണ്ടു കൽപ്പിച്ചാർ. നല്ല ജലം അതിലുണ്ടെന്നു നിർണയം, എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞൊരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ. മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞിതിരുട്ടുകൊണ്ടന്നേരം അന്യോന്യമൊത്തു കയ്യം പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നു പോയി ചെന്നാരതീവ ദൂരം തത്ര കണ്ടിതു മുന്നിലമ്മാർ അതിധന്യദേശസ്ഥലം സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനു ഏറ്റമാനന്ദകരം പരം. വാപികളുണ്ടു മണിമയവാരിയാൽ അപൂർണകളായ അതീവ വിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ട് കൽപദ്രുമതുല്യമായി. പീയൂഷസാമ്യ മധുദ്രോണി സംയുതപേയ ഭക്ഷ്യാന്ന സഹിതങ്ങളായുള്ള വസ്ത്യങ്ങളുണ്ട് പലതരം. തത്രൈവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം. തത്ര ഗേഹേ മണികാഞ്ചനവിഷ്ടരെ ചിത്രാകൃതി പൂണ്ടു കണ്ടാരൊരുത്തിയെ യോഗം ധരിച്ച് ജടാവൽക്കലം പൂണ്ട് യോഗിനി നിശ്ചല ധ്യാന നിരതയായി പാവകജ്വാലാസമാഭകലർന്ന് അതിപാവനയായ മഹാഭാഗയെ കണ്ട് തൽക്ഷണേ സന്തോഷപൂർണ മനസ്സോടും ഭക്തിയും ഭീതിയും പൂണ്ട് വണങ്ങിനാർ. ശാഖാമൃഗങ്ങളെ കണ്ട് മോദം പൂണ്ട് യോഗിനി താനും അവരോട് ചൊല്ലിനാൾ. നിങ്ങളാരാകുന്നതെന്നു പറയണം, ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം. എങ്ങനെ മാർഗമറിഞ്ഞവാർ എന്നതും എങ്ങിനി പോകുന്നതെന്നും പറയണം. എന്നിവ കേട്ടൊരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ. വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ
സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ. ഉത്തരകോസലത്തിങ്കൽ അയോധ്യയെന്നുത്തമയായുണ്ടൊരു പുരിഭൂതലേ. തത്രൈവ വാണു ദശരഥനാം നൃപൻ. പുത്രരുമുണ്ടായി ചമഞ്ഞിതു 4 പേർ. നാരായണസമൻ ജ്യേഷ്ഠൻ അവർകളിൽ ശ്രീരാമനാകുന്നതെന്നും അറിഞ്ഞാലും താതാജ്ഞയാ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലേ മോദേന വാഴുന്ന കാലമൊരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശു പോയിടിനാൻ പത്നിയെ. രാമനും ലക്ഷ്മണനാകും അനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ട് സഖ്യവും ചെയ്തിതു തമ്മിൽ അന്യോന്യമായി. എന്നതിനഗ്രജനാകിയ ബാലിയെ കൊന്ന് സുഗ്രീവനു രാജ്യവും നൽകിനാൻ ശ്രീരാമനും. അതിൻ പ്രത്യുപകാരമായ ആരാഞ്ഞു സീതയെ കണ്ടുവരികെന്ന് വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും. ദക്ഷിണദിക്കിൽ അന്വേഷിപ്പതിന് 1,00,000 കവിവരന്മാരുണ്ടു ഞങ്ങളും. ദാഹം പൊറാഞ്ഞ് ജലകാംക്ഷയാവന്നു മോഹേന ഗഹ്വരം പൊക്കതറിയാതെ ദൈവവശാലിവിടെ പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും. ആരെന്നതും ഞങ്ങളേതും അറിഞ്ഞീല. നേരെ അരുൾ ചെയ്യുക വേണമതും ശുഭേ. യോഗിനി താനുമതു കേട്ടവരോട് വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ. പക്വഫലമൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ച് അമൃതപാനം ചെയ്ത് തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാദിയെ ചൊല്ലിത്തരുവൻ ഞാൻ. എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ച് മധുപാനവും ചെയ്ത് ചിത്തം തെളിഞ്ഞു ദേവീ സമീപം പൊക്കു ബദ്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിതപൂർവമഞ്ജസ യോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ. വിശ്വവിമോഹനരൂപിണിയാകിയ വിശ്വകർമാത്മജ കേമാ മനോഹരി നൃത്തഭേദം കൊണ്ട് സന്തുഷ്ടനാക്കിനാൾ മുഗ്ധേന്ദുശേഖരനൻ തന്നെ. അതുമൂലം ദിവ്യപുരം ഇതം നൽകിനാനീശ്വരൻ ദിവ്യസംവത്സരാണാം അയുതായുതം. ഉത്സവം പൂണ്ടു വസിച്ചാൾ ഇഹ പുരാ തത്സഖി ഞാനിഹ നാംനാ സ്വയം പ്രഭാ. സന്തതം മോക്ഷമപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവപുത്രി സദാ വിഷ്ണുതൽപര. ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മലഗാത്രിയും എന്നോടു ചൊല്ലിനാൾ. സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ. ജന്തുക്കളത്ര വരികയുമില്ലല്ലോ. ത്രേതായുഗേ വിഷ്ണുനാരായണൻ ഭുവിജാതനായിടും ദശരഥപുത്രനായി ഭൂഭാരനാശനാർത്ഥം വിപിനസ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരേ. ശ്രീരാമപത്നിയെ കട്ടുകൊള്ളും അതിക്രൂരനായിടും ദശാനനക്കാലം. ജാനകീദേവിയെ
അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്ദിരേ. സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്കുപകാരവും ചെയ്ത് പോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക. നാരായണ സ്വാമി തന്നെ രഘുത്തമൻ. ഭക്ത്യാ പരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം, യോഗിഗമ്യം സനാതനം. ആകയാൽ ഞാൻ ഇനി ശ്രീരാമദേവനെ വേഗേന കാൺമതിനായി കൊണ്ടുപോകുന്നു. നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ. നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ. സത്വരം പൂർവസ്ഥിതാടവി പൊക്കിതു. ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയൂടെ നടന്നു തുടങ്ങിനാർ. യോഗിനിയും ഗുഹാവാസമുപേക്ഷിച്ച് യോഗേശ സന്നിധി പുക്കാളതിദ്രുതം. ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്വാ പ്രദക്ഷിണം. ഭക്ത്യാ സഗദ്ഗദം രോമാഞ്ച സംയുതം നത്വാ മുഹുർമുഹുർസ്തുത്വാ ബഹുവിധം. ദാസീ തവാഹം രഘുപതേ രാജേന്ദ്ര. വാസുദേവ പ്രഭോ രാമ ദയാനിധേ. കാൺമതിനായി കൊണ്ടുവന്നേനിവിടെ ഞാൻ. സാമ്യമില്ലാതെ ജഗത്പതേ ശ്രീപതേ. ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനേ. ത്വദ്രൂപ സന്ദർശനാർത്ഥം തപോബലമദ്യൈവ നൂനം ഫലിതം രഘുപതേ. ആദ്യനായോരു ഭവന്തം നമസ്യാമി. വേദ്യനല്ലാരാലുമേ ഭവാൻ നിർണയം. അന്തർബഹിസ്ഥിതം സർവഭൂതേഷ്വപി സന്തമലക്ഷ്യമാദ്യന്തഹീനം പരം. മായായ വനികാച്ഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷവിഗ്രഹൻ. അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം. സന്മാർഗദർശനം വേദാന്തദർശനം ശ്രീരാമമോക്ഷൈകദർശനം കേവലം. ജന്മമരണഭീതാനാമദർശനം സന്മാർഗദർശനം വേദാന്തദർശനം. പുത്രകളത്രമിത്രാർത്ഥ വിഭൂതി കൊണ്ട് എത്രയും ദർപ്പിതരായുള്ള മാനുഷർ രാമരാമേതി ജപിക്കയില്ലെന്നുമേ. രാമനാമം മേ ജപിക്കായി വരേണമേ. നിത്യം നിവൃത്തഗുണത്രയമാർഗായ നിത്യായ നിഷ്കിഞ്ചനാർദ്ധായ തേ നമഃ. സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനെ സീതാഭിരാമായ തേ നമഃ. വേദാത്മകം കാമരൂപിണമീശാനം ആദിമധ്യാന്തവിവർജിതം സർവത്ര മന്യേ സമഞ്ജരന്തം. പുരുഷം പരം നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവോ. നിന്നെ നിനക്കൊഴിഞ്ഞ് ആർക്കറിഞ്ഞിടാവോ. രാമരാമേതി ജപിക്കായി വരേണമേ. രാമപാദേ രമിക്കേണമെൻ മാനസം. സീതാസുമിത്രാത്മജാന്വിതം രാഘവം പീതവസ്ത്രം
ചാപബാണാസനധരം ചാരുമകുട കടക കടിസൂത്രഹാരമകരമണിമയ കുണ്ഡലനൂപുര ഹേമാംഗദാദി വിഭൂഷണ ശോഭിതരൂപം വസിക്കമേ മാനസീ. മറ്റെനിക്കേതുമേ വേണ്ടാവരം വിഭോ, പറ്റായിക ദുത്സംഗമുള്ളിലൊരിക്കലും. ശ്രീരാമദേവനതു കേട്ടവളോട് ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു. ഏവം ഭവിക്ക നിനക്കു മഹാഭാഗേ ദേവി, നീ പോക ബദര്യാശ്രമസ്ഥലേ. തത്രൈവ നിത്യമെന്നെ ധ്യാനവും ചെയ്ത് മുക്ത്വാ കളേബരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കിൽ പരമാത്മനി കേവലേ തീരും. ജനന മരണ ദുഃഖങ്ങളും ശ്രുത്വാ രഘൂത്തമവാക്യാമൃതം മുദാഗത്വാ തദൈവ ബദര്യാശ്രമസ്ഥലേ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാപിച്ചിതവ്യയം. ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാപിച്ചിതവ്യയം. ഹരേ രാമ ഹരേ രാമ. വാനരന്മാര് സമ്പാദിയെ കണ്ടുമുട്ടുന്ന ഒരു രംഗം ആണ് അടുത്ത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ ഗൃധ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു. വൃദ്ധനായുള്ളൊരു ഗൃധ്രപ്രവരനും പൃഥ്വീധരപ്രവരത്തുംഗരൂപനായി ദൃഷ്ട്വാ പരക്കെ കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞതു ഗൃധ്രകുലാധിപൻ. പക്ഷമില്ലാതോരെനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ. മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നത് സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാം അനുദിനം. ഗൃധ്രവാക്യം കേട്ടു മർക്കടൗഘം പരിത്രസ്തരായ അന്യോന്യവാശു ചൊല്ലിടിനാർ. അദ്രീന്ദ്രതുല്യനായൊരു ഗൃധ്രാധിപൻ സത്വരം കൊത്തി വിഴുങ്ങും എല്ലാരെയും. നിഷ്ഫലം നാം മരിച്ചിടുമാറായത് കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ. നമ്മാലൊരു കാര്യവും കൃതമായില്ല, കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം, സ്വാമിയുടെ ഹിതം വന്നതില്ലല്ലോ. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം, സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വൃദ്ധമിവനാൽ മരിക്കുന്നു വന്നതും എത്രയും പാപികളാക തന്നെ വയം. നിർമ്മലനായ ധർമാത്മാ ജടായു, നിർമ്മലനായ ധർമാത്മാ ജടായുധൻ, നിർമ്മലനായ ധർമാത്മാ ജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിന്നു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ. ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായതു രാമപാദാംബുജേ. പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചതോ പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു. കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതാര് ഇന്നു ജടായുവെന്നിങ്ങനെ. നിങ്ങളാരെന്തു പറയുന്നിതന്യോന്യം ഇങ്ങു വരുവിൻ ഭയപ്പെടായതുമേ. ഉംബർഗോൻ പൗത്രനും അമ്പോടതു കേട്ട്
സമ്പാദി തന്നുടെ മുമ്പിൽ അമ്മാറു ചെന്ന് അംബോജലോചനൻ തമ്പാദപങ്കജം സംഭാവ്യ സമ്മോദമുൾക്കൊണ്ടു ചൊല്ലിനാൻ. സൂര്യകുലജാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പൊക്കിതു കാനനം താതാജ്ഞയാ പുരാ. കട്ടുകൊണ്ടിടിനാൻ തൽക്കാലം എത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ. ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞക്ഷോണിപുത്രി മുറയിട്ടുതു കേട്ട് തക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താൻ അക്ഷണദാചരനോടു ജടായുവാം പക്ഷിപ്രവരൻ. അതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയറുത്താൻ. അതു നേരം പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീതലേ. ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ മൃത്യുവരായിക എന്നനുഗ്രഹിച്ചാൾ ധരാപുത്രിയും. തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തം അറിയിച്ച് രാമസായുജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ. അർക്കകുലോദ്ഭവനാകിയ രാമനും അർക്കജനോടഗ്നിസാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ. സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ. വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ. ദിക്കുകൾ നാലിലും പോകന്നയച്ചിതു ലക്ഷം കപിവരന്മാരെ ഓരോ ദിശി. ദക്ഷിണ ദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ. 30 നാളിനകത്തു ചെന്നിടായിൽ അപ്പോൾ അവരെ വധിക്കും കപിവരൻ. പാതാളമുൾപ്പൊക്കു വാസരം പോയതുമേതുമറിഞ്ഞില്ല ഞങ്ങൾ. ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിന്നപ്പോൾ ഭവാനെയും കണ്ടു കിട്ടി ബലാൽ. ഏതാനുമുണ്ടറിഞ്ഞിട്ടു നീ എങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങൾ ഇങ്ങനെയുള്ളൊന്നു നീ അറിഞ്ഞിടടോ. താരേയ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരൂഢമോദം അവനോടു ചൊല്ലിനാൻ. ഇഷ്ടനാം ഭ്രാതാവെനിക്കു ജടായു, ഞാനൊട്ടുനാളുണ്ടവനോടു പിരിഞ്ഞതും. ഇന്ന് അനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേൻ. എന്നുടെ സോദരനായി ഉദകക്രിയക്കെന്നെ എടുത്തു ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിൻ ഉദകകർമാദികൾ. നിങ്ങൾക്കു വാക്സഹായം ചെയ്യുവാനാശു ഞാൻ. അപ്പോൾ അവനെ എടുത്തു കവികളും അബ്ധിതീരത്തു വച്ചിടിനാരാദരാൽ. തൽസലിലെ കുളിച്ച് അഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനായിക്കൊണ്ടു സാദരം സ്വസ്ഥാനദേശത്തിരുത്തിനാർ. പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം. സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നുടെ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൻ. തുങ്കമായിടും ത്രികൂടാചലോപരി ലങ്കാപുരിയുണ്ടു മധ്യേ സമുദ്രമായി. തത്ര മഹാശോകകാനനെ ജാനകി നക്തഞ്ജരീജനമധ്യേ വസിക്കുന്നു. ദൂരം 100 യോജനയുണ്ട്, അതു നേരെ നമുക്കു കാണാം ഗൃധ്രനാകയാൽ. സമർത്ഥ്യമാർക്കതു ലംഘിപ്പതിന് അവൻ ഭൂമിതനൂജയെ കണ്ടുവരും ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണമേതൊരു ജാതിയും പക്ഷവുമില്ലമേ. യജ്ഞേന നിങ്ങൾ കടക്കണവാശു പോയി രത്നാകരം. പിന്നെ വന്നു രഘുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൽ. ഏവം അതിനു വഴിയെന്നു നിർണയം. രത്നാകരം ശതയോജന വിസ്തൃതം. യജ്ഞേന ചാടിക്കടന്നു ലങ്കാപുരം പൊക്ക്
വൈദേഹിയെ കണ്ടു പറഞ്ഞുടനിക്കര ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്ക നാം എന്നൊരുമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞ് തുടങ്ങിനാൻ. ഹരേ രാമ ഹരേ രാമ. സ്വയംപ്രഭയെ കണ്ടു. ഇങ്ങനെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു 2, 3, 4 തവണയെങ്കിലും ഹനുമാൻ അല്ലെങ്കിൽ അംഗദൻ ഇവരൊക്കെ ഈ കഥയെ സംഗ്രഹിക്കുന്നുണ്ട് പലരുടെയും മുമ്പിൽ. എങ്ങനെ ഇതുവരെ എത്തി എന്നുള്ളത്. ഇപ്പോൾ സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന ഫ്ലാഷ് ബാക്ക് എന്നൊരു സങ്കേതം എഴുത്തച്ഛൻ കൃത്യമായി ഇതിനകത്ത് ഉപയോഗിച്ച് കഥ പറയുന്നൊരു രീതി ഗംഭീരമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്നുവരെ ഉള്ള കഥ പറഞ്ഞു നിർത്തുകയാണ് പലയിടത്തും. സ്വയംപ്രഭയോട് പറയുന്നു ആദ്യം. സ്വയം പ്രഭയുള്ളവൾ, ഏറ്റവും വലിയ തത്വജ്ഞാനിനിയായ ആത്മജ്ഞാനിനിയായ ആളിന് സ്വയം പ്രകാശിക്കാനുള്ള സിദ്ധി ഉണ്ടാവും. സ്വയംപ്രഭയോട് മുഴുവൻ പറയുന്നു. സ്വയംപ്രഭ അനുഗ്രഹിക്കുന്നു. അവിടുന്ന് തിരിച്ചു വരുന്നു. തിരിച്ചു വരുന്ന വാനരന്മാർ മിക്കവാറും ഈ മരണം ഉറപ്പിച്ച് തന്നെ ഇരിക്കുകയാണ്. സീതയെ കണ്ടു കിട്ടിയില്ല, ഒരു വിവരവും കിട്ടിയില്ല. സുഗ്രീവാജ്ഞ കല്ലേ പിളർക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ മിക്കവാറും മരണം കൃത്യമായി, മിക്കവാറും എന്നല്ല, മരണം ഉറപ്പായി. അങ്ങനെ ദർഭ വിരിച്ച് പട്ടിണി കിടന്ന് മരിക്കാൻ കിടക്കുകയാണ്. നമ്മളൊക്കെ എന്ത് ഭാഗ്യഹീനരാണ്. ശ്രീരാമദേവന് ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി നമ്മളെ ദൗത്യമേൽപ്പിച്ചുകൊണ്ട് സുഗ്രീവൻ ഇങ്ങോട്ട് അയച്ചു. നമുക്കത് സാധിച്ചില്ല. നമ്മളിതാ ഇവിടെ വിശന്ന് കിടന്ന് മരിക്കാൻ പോകുന്നു, മരണം കാത്തു കിടക്കുന്നു. എന്നാൽ അല്പമാത്ര ശ്രീരാമദേവന് ഉപകാരം ചെയ്യാൻ സാധിക്കുകയും അതിനുശേഷം രാവണനാൽ പ്രഹരിക്കപ്പെടുകയും എന്നിട്ട് പോലും രാമൻ്റെ മുഖം കണ്ടിട്ടേ മരിക്കുകയുള്ളൂ എന്ന് മഹാലക്ഷ്മിയായ സീതയിൽ നിന്ന് വരം കിട്ടുകയും ശ്രീരാമചന്ദ്രനാൽ സ്പർശമേറ്റ് അദ്ദേഹത്തിൻ്റെ വാത്സല്യമേറ്റ് അദ്ദേഹത്തിന് അനുഗുണമായൊരു കാര്യം ചെയ്തു കൊടുത്തിട്ട് മരിക്കാൻ കഴിഞ്ഞ ജടായു എത്ര ഭാഗ്യവാനാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഈശ്വരൻ ഇതാ ഭക്ഷണം തന്നിരിക്കുകയാണ്, ആദ്യം പ്രാണഹാനി വരുന്ന വാനരന്മാരെ ഞാൻ കൊത്തി വിഴുങ്ങും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമ്പാദി പക്ഷീന്ദ്രനാണ്. തല ഉയർത്തി നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ സഹോദരനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാനരന്മാരെയാണ്. അപ്പോൾ ചോദിച്ചു, ആരാ അത് പറഞ്ഞത്? ജടായു എന്ന് പറഞ്ഞത് ആരാണ്? സംവത്സരങ്ങളായി ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സഹോദരൻ്റെ പേരാരാ പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അംഗദൻ വന്ന വിവരം മുഴുവൻ പറഞ്ഞ് ധരിപ്പിക്കുന്നു. നിങ്ങളെ ഞാൻ സഹായിക്കാം. എൻ്റെ സഹോദരനെ 2 ചിറകുകളും അരിഞ്ഞ് തറയിലിട്ട് മൃതപ്രായനാക്കി മരണത്തിലേക്ക് തള്ളിവിട്ടവനെ എന്തായാലും കൊല്ലണം. അത് ആര് കൊന്നാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ജടായു ഈ സമ്പാദി തല ഉയർത്തി നോക്കിയിട്ട് പറഞ്ഞു, ത്രികൂടാചലത്തിന് മുകളിൽ ഒരു പട്ടണമുണ്ട്, ഒരു രാജ്യമുണ്ട്, ലങ്ക. അത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. അവിടെ ഇരിക്കുകയാണ് സീത. പക്ഷെ സമുദ്രം കടന്നു ചെന്നാലേ അവിടെ ചെന്ന് സീതയെ കാണാൻ കഴിയുള്ളൂ. 100 യോജനയുണ്ട് സമുദ്രം. അത് ചാടിക്കടന്ന് തിരിച്ചു വരാൻ കഴിയുന്നവരാരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾ ആലോചിക്കുക, ബാക്കിയെല്ലാം ശുഭമായി വരും എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഇച്ഛാശക്തിക്ക് ആദ്യത്തെ വിത്ത് പാകി കൊടുക്കുകയാണ് ഇവിടെ സമ്പാദി ചെയ്യുന്നത്. സമ്പാദിയുടെ കഥയൊക്കെ ഉണ്ട്. സമ്പാദിയും ജടായുവും കൂടെ സൂര്യമണ്ഡലം ലക്ഷ്യമാക്കി ഒരുമിച്ച് പറക്കുകയും അവസാനം ജടായു മുൻപേ പറന്ന് സമ്പാദിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയും എന്നാൽ സമ്പാദി ജ്യേഷ്ഠനായതുകൊണ്ട് തന്നെ ജടായുവിനെ രക്ഷിക്കാൻ വേണ്ടി അതിനേക്കാൾ മുമ്പേ പറക്കുകയും പറന്ന് തൻ്റെ ചിറകുകൾ കൊണ്ട് ജടായുവിനെ പൊതിയുകയും തദ്വാര സമ്പാദിയുടെ ചിറകുകൾ കരിഞ്ഞു പോവുകയും അത് ഭൂമിയിലേക്ക് പതിക്കുകയും ചെയ്തു എന്നൊരു കഥയുണ്ട്. സമകാലിക സമൂഹത്തോട് എഴുത്തച്ഛൻ പറയുകയാണ്, സ്വന്തം ചിറകുകൾ കരിഞ്ഞു പോയാലും തൻ്റെ സഹോദരൻ്റെ ചിറകുകൾ സംരക്ഷിക്കാൻ ശ്രമിച്ച സമ്പാദിമാരായി നമ്മുടെ
ലോകത്തിലെ ജനത മാറണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് എഴുത്തച്ഛൻ ഈ ഭാഗം അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലും ഇത്തരമൊരു സമ്പാദിത്വം വർദ്ധിച്ചു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കട്ടെ.